ഹലോ ബച്ചോ कैसे है आप सब बहुत बढ़िया നിങ്ങളുടെ നാളത്തെ എക്സാമിനേഷന് കാണാൻ പോകുന്ന ഒരു ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും പത്ര ലിഖ്ന ചിലപ്പോൾ അത് ഖിഡ്കിയിലായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് ക്യാപ്പിലായിരിക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു വൈറ്റ് ക്യാപ്പിലെ ഒരു ക്വസ്റ്റ്യൻ പത്ര ലിഖ്ന എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോർമുല, ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫോർമുല എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാം. ആ ഒരു ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? കേശവ് കെ ഗാവ് പहुंचने के बाद കപ്താൻ, നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കേശവ് കെ നാം പത്ര ലിഖ്താ ഹേ. ആ ഒരു ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അദ്ദേഹം ആർക്ക് എന്ന് കേശവിന് നമുക്ക് കഥ അറിയാം അല്ലെ. അദ്ദേഹം ആ കുട്ടി മുകളിൽ നിന്ന് വീണിട്ട് പരിക്കേറ്റപ്പോൾ എന്താണ്, മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിലെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ്, ഒരു ബാലനായിട്ടാണ് നമ്മുടെ കേശവ് ഉള്ളത്. അവൻ പിന്നീട് തിരിച്ച് ഇവരെ അക്സെപ്റ്റ് ചെയ്യാണ്, ഇവർ സുഹൃത്തുക്കൾ ഇവനെ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോഴത്തേക്ക് വളരെ വൈകിയിരിക്കുന്നു, അവൻ അവന്റെ നാട്ടിലേക്ക് പോയിരിക്കുന്നു. സോ അവൻ നാട്ടിലുണ്ടാകുമ്പോൾ ഇവിടെയുള്ള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ എന്താണ്, അവന് പത്രം എഴുതുകയാണ്. സോ പത്രത്തിന്റെ ഫോർമാറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. റെഡി? സോ എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്? ഇതിൽ നിങ്ങൾക്ക് കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ കോണ്ടന്റ് ഈസ് റെഡി. പക്ഷേ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ഫോർമാറ്റ് അറിയണമെങ്കിൽ, ഫോർമാറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ പകുതിയിൽ കൂടുതൽ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് ആ ഫോർമാറ്റ് വരുന്നതെന്ന്. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, എന്ത് കിട്ടിക്കഴിഞ്ഞാൽ പത്രം എഴുതാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് എഴുതിക്കോ, ടൈറ്റിലായിട്ട് പത്ര എന്നൊരു ടൈറ്റിൽ അവിടെ എഴുതി വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തോ. റെഡി? സോ ബോത്ത് ബടിയ വെച്ച് അടുത്ത എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് റൈറ്റ് സൈഡ് ആയിട്ട് എന്താണ്, പ്ലേസ് ആൻഡ് ഡേറ്റ്. പത്രമാണല്ലേ, പ്ലേസ് ആൻഡ് ഡേറ്റ് എന്തായാലും എഴുതണം. പ്ലേസ് ആൻഡ് ഡേറ്റ് നമ്മൾ അവിടെ എഴുതുന്നു. സ്ഥാൻ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് എഴുതാം. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ദില്ലി എന്നൊക്കെ, ജോ ഉൻകി പരിവാർ മജ്ബൂർ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്താണ് നിങ്ങൾക്ക് ഇടുന്ന ഒരു സ്ഥാൻ, ഡേറ്റ്. ഓക്കെ, പ്ലേസ് കേരള എന്നെഴുതാം, കേരൾ എന്നെഴുതാം. അതുപോലെ തന്നെ ഇന്നത്തെ ഡേറ്റ് ആയിട്ടുള്ള 20 എന്ന ഡേറ്റും എഴുതി വെക്കാം. സോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് തന്നെ എഴുതിക്കോ. അവിടെ ഒരു അക്യുറസി എവിടെയാണെന്ന് എഴുതണ്ട. ഈസി ആയിട്ട് മാർക്ക് വാങ്ങണം, പഠിക്കാതെ മാർക്ക് വാങ്ങണം, അത്ര മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. എന്തും ചെയ്യാം, നോ വറീസ്. സോ നമുക്ക് എന്താണ് ഇനി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, ഒരു അഭിസംബോധനയോടെ എന്താണ് സ്റ്റാർട്ട് ചെയ്യാം? പ്രിയമിത്ര എന്ന രീതിയിൽ തുടങ്ങാം. പ്രിയമിത്ര കേശവ്, പ്രിയമിത്ര കേശവ്. എന്താണ് അടുത്ത പറയുന്നത്? തും കേസേ ഹോ, നിനക്ക് എന്തൊക്കെയുണ്ട്? खुश होना സുഖമല്ലേ? ഏക് വിശേഷ് ബാത് ബതാനെ കെ ലിയെ യഹ് പത്ര ലിഖ്താ ഹൂം. ഒരു കാര്യം പറയാൻ, അല്ലെങ്കിൽ വിശേഷിച്ച് ഒരു കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചോ. കഴിഞ്ഞില്ലേ? പിന്നെ എന്താണ്? ബോഡി പാരഗ്രാഫ് ആണ്. അതിനൊക്കെ കഴിഞ്ഞു, എല്ലാം എഴുതി കഴിഞ്ഞു. അവസാനം എന്താണ്? തുമാരി ജവാബ് കി പ്രതീക്ഷാമേ എന്ന് എഴുതിക്കോ. അവിടെ ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇതാ തുമാരി ജവാബ് കി പ്രതീക്ഷാമേ. കുറച്ച് റെസ്പെക്റ്റ് ആണെങ്കിൽ എന്താണ്, ആപ്കെ ആപ്കെ എന്ന് എഴുതാം. കുറച്ചുകൂടെ റെസ്പെക്റ്റ് ആണെങ്കിൽ ആപ്കെ ജവാബ് കി പ്രതീക്ഷാമേ. ഫ്രണ്ട് ആണെങ്കിൽ തുമാരെ അല്ലെങ്കിൽ തേരെ ജവാബ് കി പ്രതീക്ഷാമേ എന്ന് എഴുതിക്കൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ടു അഡ്രസ് എഴുതണം. ഓക്കെ, ടു അഡ്രസ് എഴുതും. ആർക്കാണ് എഴുതുന്നത്? കേശവിന് അഡ്രസ് ആണ് ഇവിടെ കൊടുക്കുന്നത് തന്നെയാണ്. പ്രിയമിത്ര ആരാണോ അവരായിരിക്കും ഇവിടെ ടു അഡ്രസ്. കേശവ്. ഓക്കെ, കേശവ് എന്ന് എഴുതാം. അവന്റെ അഡ്രസ് എന്തും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നിങ്ങളുടെ വീട്ടുപേരിനെ അവിടെ കൊടുത്തോ, പ്രശ്നമില്ല. സ്ഥലം ഒന്ന് മാറ്റിക്കോ, വേറെ എവിടെയെങ്കിലും ആഫ്രിക്ക എന്നൊക്കെ വെച്ചാൽ മതി. കൊല്ല പരീക്ഷക്കാണ് ആ പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്താണ്, വേറൊരു സ്ഥലത്തിന്റെ പേര് എഴുതുക. അതിന് തൊട്ട് സൈഡിൽ തന്നെ എന്താണ് എഴുതണം? അതിന് ഇതല്ല, കുറച്ചും കൂടെ തൊട്ട് സൈഡ് ഇവിടെ ആയിട്ട് ഈ ഒരു സേവാമയുടെ നേരെ ആയിട്ട് എന്താണ്, തുമാരെ പ്രിയമിത്ര. ഓക്കെ, തുമാരെ പ്രിയമിത്ര. ഓക്കെ, അല്ലെങ്കിൽ ആപ്ക അപ്ന, കുറച്ചും കൂടെ ഫോർമൽ ആണെങ്കിൽ ആപ്ക അപ്ന ആയിട്ട് പറയാം. ഓക്കെ, യുവർ ഓൺ എന്ന് എഴുതുമ്പോൾ എന്താണ്, ആപ്ക അപ്ന എന്നാണ് യൂസ് ചെയ്യുക. ഇവിടെ എന്ത് എഴുതാം? ഫ്രണ്ട് ആണ്. എന്തെഴുതാം? തുമാരെ മിത്ര മാത്രം മതി, പ്രിയ ഒന്നും വേണ്ട. തുമാരെ മിത്ര ആരാണ്? കപ്താന്റെ ഒരു പേര് കൊടുത്തോ, രാഹുൽ എന്നോ എന്തും കൊടുക്കാം. അതിനു മുമ്പ് ഒരു ഒപ്പിട്ടോ, തുമാരെ മിത്ര, ഒപ്പിന് ശേഷം രാഹുൽ. ഓക്കെ, സിഗ്നേച്ചർ ഹസ്താക്ഷർ എഴുതിയതിനു ശേഷം രാഹുൽ എന്ന് എഴുതുന്നു. ഇത്ര മാത്രമാണ് പത്രം എഴുതുമ്പോൾ നോക്കേണ്ടത്. ഇനി എന്താണ് ആ ബോഡി പാരഗ്രാഫ്? ഇത് എഴുതി കഴിഞ്ഞാൽ ഫോർമാറ്റ് ക്ലിയർ ആണ്. പക്ഷെ ബോഡി പാരഗ്രാഫ് അവിടെ ബാക്കിയുണ്ട്. ആ ബോഡി പാരഗ്രാഫ് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. സോ നോക്കിക്കോളൂ, ആ ഒരു ചാപ്റ്റർ ഏതാണ്? വൈറ്റ് ക്യാപ്പിലെ ആ ഒരു പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആ കപ്താൻ കേശവിന് വേണ്ടിയിരുന്ന പത്രത്തിൽ ബാക്കിയുള്ള ഭാഗം എന്താണ്? ജോ പ്രിയമിത്ര കേശവ് കേസേ ഹോ, ആശാ കി തും जो सुक्षल हो, है ना, जो आई मीन सक्शल का मतलब होता है, इसका मतलब होता है जो मैं बोल रहा है
കുശൽ ഹേന, നമ്മൾ എല്ലാവരോട് ചോദിക്കാറില്ലേ സന്തോഷത്തിലല്ലേ കുശൽ ഹേന, കുശൽ ഹേന, പരിവാർക്കോ മേരെ തരസെ കുശൽ കഹന. അതുപോലെ തന്നെ എന്താണ് സകുശൽ ഹേന എന്ന് ചോദിക്കുന്നതാണ്. പിന്നീട് എന്താണ് തബിയത്ത് കാസി ഹേ, ആരോഗ്യം എങ്ങനെയുണ്ട്, തബിയത്ത് കാസി ഹേ. ഡോക്ടറിനെ ക്യാ കഹാ, ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഡോക്ടറിന് എന്ത് പറഞ്ഞു. സോ പഠായി കാസി ഹേ, പഠിത്തം എങ്ങനെ പോകുന്നു. യഹാ ഹം ലോഗ് തുമാരി പ്രതീക്ഷ മേ ഹേ, നമ്മൾ ഇവിടെ നിന്നെ പ്രതീക്ഷിക്കുകയാണ്. ജബ് ഹം മൈദാൻ മേ ഖേൽനെ ജാത്തെ ഹൈ തുമാരി യാദ് ആത്തി ഹേ, കളിക്കാൻ പോകുമ്പോഴൊക്കെ എന്താണ് നിന്റെ ഓർമ്മയാണ് വരുന്നത്. പിന്നെന്താണ് തും കബി യഹാ വാപ്പസ് ആ ജാओगे, എപ്പോഴാണ് തിരിച്ചു വരിക ഇങ്ങോട്ടേക്ക്. തുമാരേ ലിയേ ഹംനെ ഏക് നയാ ബല്ല ഭി ഖരീദ് കർ രഖാ ഹേ, നിനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാറ്റ് അടക്കം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഹം ജൽദി ഹി ഫിർ മിലേംഗെ, നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും കാണും. ജവാബ് കി പ്രതീക്ഷ മേ കുത്ത് 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 എന്ന് എഴുതിയിട്ട് എന്താണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച സാധനം ജവാബ് കി പ്രതീക്ഷ മേ. റെഡി, കുത്ത് ഡോട്ട് 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 ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, പത്രം അവസാനിക്കുന്നു, ആ ഫോർമാറ്റ് ഉപയോഗിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ വക ഒരു പ്രഡിക്ഷൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. പത്രി എന്നത് എവിടെ ചോദിക്കും, കിടുക്കിയിൽ ചോദിക്കും. ഞാനിതാ എഴുതി പറയുന്നു, കിടുക്കിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. പത്രം എഴുതുക, ഇത് അതിലേക്ക് വേണ്ടി പഠിച്ചു വെച്ചോ. കിടുക്കിയിൽ ആ പതി അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അന്നത്തെ രാത്രി അദ്ദേഹം ആ ഒരു ട്രെയിൻ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമൊക്കെ അദ്ദേഹം ഓർത്തെടുത്തുകൊണ്ട് ആ ഒരു യുവതിയിൽ നിന്ന്. സോ ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഒരു പത്രമായിട്ട് എഴുതുന്നു. ഞാൻ പറയുന്നു ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തിപ്പോകും എന്ന് പറയത്തില്ല, കാരണം ഇപ്പൊ പണിക്ക് കയറിയതേ ഉള്ളൂ. സോ ബോത് ബടിയ വെച്ചോ. സോ നിങ്ങൾ നോക്കിക്കോ, ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സോ ബോത് ധന്യവാദ് വെച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വരാം. സോ ധന്യവാദ്, താങ്ക് യു.